ഇന്ന് 25 വീട് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനം ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല എന്ന് വിശ്വസിക്കുന്നവനും എന്നോട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കൽപ്പിക്കപ്പെടുന്ന ഒരു മതത്തിൽ വിശ്വസിക്കുന്നവനുമാകുന്നു ഞാൻ. പക്ഷേ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വേറെ പലർക്കും ആ ഒരു തോട്ട്ഫുൾനെസ് ഇതുപോലെ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്നതുകൊണ്ടാണ് ഞാനിത് സമ്മതിച്ചതും ഇതിന് വരുന്നതും. നിങ്ങൾക്ക് സാധനം മേടിക്കാൻ വേണ്ടി വീടിനോടൊപ്പം 2 ലക്ഷം ഉറുപ്പിക ഞാൻ നിങ്ങൾക്ക് എൻ്റെ വക തരും. ഭവനരഹിതരായ 10 പേർക്ക് തണലേകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. 24 കണക്കിലൂടെ ലുലു ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ താക്കോൽദാനം തിരുവനന്തപുരത്ത് അദ്ദേഹം നിർവഹിച്ചു. തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഈ 10 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ഓണസമ്മാനവും MA യൂസഫ് അലി പ്രഖ്യാപിച്ചു. കൂടാതെ ഭവനരഹിതരായ 25 പേർക്ക് കൂടി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അർഹരായവരുടെ കൈകളിലേക്ക് സഹായം എത്തേണ്ടത് സമൂഹത്തിന്റെ കൂടി കടമയാണെന്നും MA യൂസഫ് അലി ചൂണ്ടിക്കാട്ടി. Bismillahirrahmanirrahim. In the name of God, the most merciful, the most beneficent. എൻ്റെ സുഹൃത്ത് SK, സുഹൃത്തും സഹോദരനുമായ SK, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി എൻ്റെ സഹോദരി മിസ്റ്റർ സുനിൽ കുമാർ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡൻറ്റ് രഘുചന്ദ്രൻ നായർ, ജോജി, അങ്ങനെ എൻ്റെ ഒരുപാട് ജോയ് ഷഡാനന്ദൻ നായർ, ഞങ്ങളുടെ ഡയറക്ടർ തിരുവനന്തപുരം തമിഴ്നാടു ഏരിയ, ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, സഹോദരികൾ, ഈ താക്കോൽ ഏറ്റുവാങ്ങാൻ വരുന്ന എൻ്റെ സഹോദരന്മാർ, സഹോദരികൾ, കേരളത്തിലെ ദൃശ്യ മാധ്യമ രംഗത്തെ പ്രമുഖരായ ഒരു ന്യൂസ് ചാനൽ SKയുടെ 24, ഇത്രയും മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനം കൊണ്ടു നടക്കുന്നു കൊല്ലങ്ങളോളമായി എന്നുള്ളതിൽ നമ്മൾക്ക് വളരെയധികം സന്തോഷവും ഞാൻ അവരെ അഭിനന്ദിക്കുകയും ദൈവം അതിനുള്ള പ്രതിഫലം അവർക്ക് കുടുംബങ്ങൾക്കും നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവകാരുണ്യ പ്രവർത്തനം ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല എന്ന് വിശ്വസിക്കുന്നവനും എന്നോട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കൽപ്പിക്കപ്പെടുന്ന ഒരു മതത്തിൽ വിശ്വസിക്കുന്നവനുമാകുന്നു ഞാൻ. പക്ഷേ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വേറെ പലർക്കും ആ ഒരു തോട്ട്ഫുൾനെസ് ഇതുപോലെ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്നതുകൊണ്ടാണ് ഞാനിത് സമ്മതിച്ചതും ഇതിന് വരുന്നതും. ഇവിടെ 10 വീടുകളാണ് ഞങ്ങൾ. സുനിൽ കുമാർ വളരെ നന്നായിട്ട് അസറ്റ് ഹോം, അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലും കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളിലൊക്കെ ഇനിയും ദൈവം അദ്ദേഹത്തിന് ഗുണം പ്രദാനം ചെയ്യട്ടെ. കാരണം നമ്മൾ ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും കിട്ടാനുള്ളതല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് വേറൊരു ലോകമുണ്ട്. ആ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു കഥ ഞാൻ പറയുകയാണ്. ഒരു രാജാവ് മരിക്കാൻ പോവുകയാണ്. ആ മരിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരിചാരകൻ ചോദിച്ചു, രാജാവേ, എന്താണ് അങ്ങ് എഴുന്നേറ്റ് നടക്കാത്തത്? പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധ്യമല്ല, ഞാൻ രോഗിയാണ്. അപ്പോൾ പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ ഒരുപാട് വൈദ്യന്മാരും ഡോക്ടർമാരും ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങയെ വന്ന് ചികിത്സിച്ചില്ലേ? അങ്ങ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അങ്ങയുടെ അസുഖം ഭേദമാക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ പറഞ്ഞു, അവർക്കത് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ പറഞ്ഞു, ശരി, അപ്പോൾ അങ്ങ് ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ പോവുകയാണ്. അപ്പോൾ കൂടുതലും ചോദിച്ചു, എന്ന് പോകുന്നു? അതെനിക്കറിയില്ല. അദ്ദേഹം മരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എന്ന് പോകുന്നു അതെനിക്കറിയില്ല. ശരി, എന്ന് മടങ്ങി വരും? ഇനി ഞാൻ മടങ്ങി വരില്ല. ഓ, അപ്പോൾ രാജാവേ, അങ്ങ് അവിടെ പോയി താമസിക്കാൻ പോവുകയാണ് അല്ലേ? അതെ. അങ്ങ് പറയുന്നു അങ്ങ് പോകുന്നു, അങ്ങക്കറിയില്ല എന്നാ പോകുകയെന്ന്. അങ്ങ് പറയുന്നു അങ്ങ് മടങ്ങി വരികയില്ല എന്ന്. അപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടി അങ്ങ് പാലസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതേമാതിരി, അങ്ങക്ക് സുഖമായി താമസിക്കാൻ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇല്ല, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ അർത്ഥം
അങ്ങ് യാതൊന്നും ഇഹലോകത്തും പരലോകത്തും സമ്പാദിച്ചിട്ടില്ല എന്നതാണെന്നാണ്. അപ്പം നമ്മളിതൊക്കെ ചെയ്യുന്നത് ഈ എൻ്റെ സഹോദരി സഹോദരന്മാരിൽ നിന്നുള്ള നന്ദി പ്രതീക്ഷിച്ചല്ല, ദൈവത്തിൽ നിന്നുള്ള കാരുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അത് പരലോകത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന, ഭാഗവാക്കാകുന്ന, ഒരു വിരൽ വരെയും എനിക്ക് സഹായിക്കുന്ന അവർക്കെല്ലാവർക്കും എൻ്റെ SK കുടുംബമടക്കം എല്ലാവർക്കും അതിനുള്ള പ്രതിഫലം ഉണ്ടാകും. ദൈവം ആ പ്രതിഫലം തരട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ രണ്ടാം ഖലീഫയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി മദീന തെരുവിലൂടെ നടന്നപ്പോൾ അന്ധനായ ഒരു യാചകനെ കാണുകയുണ്ടായി. ചോദിച്ചു, എന്താ അത് സംഭവം? അപ്പോൾ പറഞ്ഞു, എനിക്ക് കണ്ണ് കാണില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ആയതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടി യാതൊരു നിവൃത്തിയില്ല, ആയതുകൊണ്ട് ഞാൻ യാചിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുസ്ലിമും അല്ല, പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞു, നിങ്ങൾ ഖലീഫ ഉമറിനെപ്പോലെ ഭരിക്കണം. സോഷ്യലിസം, സ്നേഹം, സാഹോദര്യം, അടുപ്പം. ഇപ്പം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചേ ഇപ്പം ഞാൻ പറയാറുള്ളൂ. കാരണം അപ്പം ഗൂഗിൾ ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ യൂസഫ് അലി അത് പറഞ്ഞു, യൂസഫ് അലി ഇത് പറഞ്ഞു, യൂട്യൂബർമാരുടെ ഒരു ശൃംഖല തന്നെ വരും. അപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിം അമുസ്ലിം അല്ല നോക്കുന്നത്, ഇദ്ദേഹത്തിന് മരണം വരെയും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള കാശ് ഈ ബൈത്തുൽ മാൽ, അതായത് ഗവൺമെൻറ് ട്രഷറിയിൽ നിന്ന് കൊടുക്കണം എന്ന് അദ്ദേഹം ഓർഡർ ഇടുകയുണ്ടായി. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മതം ഒരു വിഘ്നമല്ല എന്ന പ്രത്യയശാസ്ത്രത്തിൽ പഠിച്ചു വളർന്നവനാണ് ഞാൻ. ഖലീഫ ഉമറിൻ്റെ, ഞങ്ങളുടെ പ്രവാചകൻ്റെ ചര്യയാണത്. ആ പ്രവാചകൻ്റെ ചര്യ ഖലീഫമാർ പ്രാവർത്തികമാക്കി. ആ ഖലീഫമാർ അതനുസരിച്ച് ഭരണം നിർവഹിച്ചു. അതാണ് മുസ്ലിമും അമുസ്ലിമും. അപ്പം ഞാൻ SK ഇവിടെ തിരഞ്ഞെടുത്തവരിൽ ഏത് മതക്കാർ എന്നുള്ളതല്ല പ്രശ്നം, മനുഷ്യരാണോ എന്നുള്ളതാണ് പ്രശ്നം. ഒരിക്കൽ ഒരു ഡെഡ് ബോഡി പോവുകയാണ്. ഞങ്ങളുടെ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു, അതിനെ ബഹുമാനിച്ചു. ഡെഡ് ബോയ് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് കൂടിയുള്ളവർ പറഞ്ഞു, അതൊരു മുസ്ലിമിൻ്റെ ഡെഡ് ബോഡിയല്ല. അപ്പം ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞതൊരു മനുഷ്യൻ്റെ ഡെഡ് ബോഡിയാണ്, മനുഷ്യൻ്റെ മയ്യത്താണ്, മനുഷ്യൻ്റെ ഡെഡ് ബോഡിയാണ്. അപ്പം മനുഷ്യൻ മനുഷ്യനെയാണ് സ്നേഹിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കാണുന്നത്. നമ്മളതനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ഞാൻ നിർത്തുകയാണ്. 10 വീട് വളരെ നന്നായി പണി പൂർത്തിയാക്കി. ഇതൊരു സംവിധാനം, ഞാനിപ്പോൾ ഒരു സംവിധാനം വെച്ചാൽ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഞങ്ങളുടെ ആൾക്കാർ അവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് തന്നെ ഇവർക്ക് കൊടുത്തു, അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളുണ്ടാകും. ആ ആരോപണങ്ങൾ ഇല്ലാതിരിക്കുകയാണ് എൻ്റെ സുഹൃത്ത് SKനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 10 വീട് പണി പൂർത്തിയാക്കി, വളരെ നന്നായി. സുനിൽകുമാറിനും നന്ദി. ഇന്ന് 25 വീട് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ആയതുകൊണ്ട് പാവപ്പെട്ടവരെയും അശരണരെയും നിരാലംബരെയും വീടില്ലാത്തവരെയും കണ്ടുപിടിക്കേണ്ട ചുമതലയും ബാധ്യതയും ഞാൻ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളത് കണ്ടുപിടിച്ച് 25 വീട് നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പണിത് കൊടുക്കണം. അതെൻ്റെ സുഹൃത്ത് സുനിൽകുമാർ, നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്നതിന് വിളിച്ച 24 ചാനലിനും ഫ്ലവേഴ്സിനുമുള്ള അനർഘമായ എൻ്റെ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തട്ടെ. നിങ്ങളെല്ലാവരും, നിങ്ങളിൽ നിന്ന് ഞാൻ നന്ദി പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒന്നിലേക്കാണ്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന്, ഏകനായ സൃഷ്ടാവായ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാകുന്നു നമ്മളെല്ലാവരും. അതിന് വിവിധ രീതികളാണ്. ആയതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഗുണം ചെയ്യും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ സുഖമായി ജീവിക്കുക. നിങ്ങൾക്ക് സാധനം മേടിക്കാൻ വേണ്ടി വീടിനോടൊപ്പം 2 ലക്ഷം ഉറുപ്പിക ഞാൻ നിങ്ങൾക്ക് എൻ്റെ വക തരും. ആയതുകൊണ്ട് 2 ലക്ഷം ഉറുപ്പിക കൊണ്ട് വീട്ടു സാമാനങ്ങളൊക്കെ മേടിച്ച് സുഖമായി ഓണം ആഘോഷിക്കുക. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഓണാശംസകൾ. സാധനങ്ങളൊക്കെ നന്നായിട്ട് മേടിച്ച് പായസമൊക്കെ നന്നാക്കി കുടിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷയുള്ളൂ.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യത്തിന്റെ മാതൃകയാണ് എം.എ. യൂസഫലി എന്ന് ആർ. ശ്രീകണ്ഠൻ നായർ പ്രതികരിച്ചു. ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിലും മനുഷ്യനോട് കാരുണ്യം കാണിക്കുന്നതിലും നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസായിയാണ് ശ്രീ യൂസഫ് അലി. അദ്ദേഹം 24 മണിക്കൂറും ഒരു വ്യവസായിയാണെന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു വ്യവസായിക്കപ്പുറമാണ് എന്നുള്ളതിൻ്റെ ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ ഒരു ചിന്തയുടെ ഒരു അനന്തരഫലമാണ് ഇന്ന് ഈ 10 കുടുംബങ്ങളെ അദ്ദേഹം എന്നേക്കുമായി അവർക്ക് കയറിക്കിടക്കാനും സുരക്ഷിതമായ വീടുകളും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ 10 വീടുകളെന്ന് പറയുന്നത് സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു മനുഷ്യനന്മ ചെയ്യുന്ന കാരുണ്യം ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന സാധാരണ വീടുകളാണ് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്. നല്ല സൂപ്പർ വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളെക്കാളും പണം ചെലവാക്കി നിർമ്മിച്ചുള്ള വീടുകളാണ്. അസറ്റ് ഹോംസിലെ സുനിൽകുമാറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എത്ര കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമായിട്ട് ഈ വീട് നിലനിൽക്കും. അപ്പോൾ അദ്ദേഹത്തിനും ആ കാര്യത്തിൽ നിർബന്ധമുണ്ട്. എന്തെങ്കിലും ഒരു ഒടിച്ചുകൂത്തിയ മാടം പോലൊരു വീടുണ്ടാക്കി നിങ്ങൾക്ക് തരികയല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം കുറേ കാലം മുമ്പ് അദ്ദേഹത്തെ എന്നോട് തുറന്നു പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഭിമാനത്തോടെ കഴിയാൻ പറ്റുന്ന നല്ല വീടുകളാണ് കേരളത്തിലുടനീളം വിവിധ ജില്ലകളിലായിട്ട് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇത്രയും പേരുടെ സാന്നിധ്യത്തിൽ അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് തീർച്ചയായിട്ടും നന്ദി. നമ്മുടെ ആളുകൾ ഈ ഒരു 10 കുടുംബങ്ങൾ എപ്പോഴും അങ്ങേ ഓർമ്മിച്ച് ഇങ്ങനെ ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭവനരഹിതർക്കും അടച്ചുറപ്പില്ലാത്ത വീടുള്ളവർക്കും ഭവനങ്ങൾ ഒരുക്കുകയെന്ന ലക്ഷ്യത്തിന് പിന്തുണ നൽകുകയാണ് എം.എ. യൂസഫലി. ആലപ്പുഴ, ഇടുക്കി, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, എറണാകുളം, വയനാട് എന്നീ ജില്ലകളിലാണ് 10 വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എം.എ. യൂസഫലി നിർമ്മിച്ചു നൽകിയ 4 വീടുകളുടെ താക്കോൽദാനം നേരത്തെ നടന്നിരുന്നു.